സംഗീതപ്രിയനായ ഗോകുൽകൃഷ്ണൻ തന്റെ സ്വപ്നസുന്ദരിയെ കാണുന്ന ഒരു സ്വപ്നത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. അതിൽ നിന്ന് അയാൾക്ക് ആകെ ഓർമ്മ വരുന്നത് അവളുടെ പൊക്കിളിനടുത്തുള്ള മറുകാണ്. തുടർന്ന് അമ്മാവന്റെയും അളിയന്റെയും സഹായത്തോടെ തന്റെ സ്വപ്നസുന്ദരി അന്വേഷിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. എന്നാൽ മറുവശത്ത് അവന്റെ അച്ഛൻ സാവിത്രി എന്ന ഗ്രാമീണ പെൺകുട്ടിയുമായി അവന്റെ വിവാഹം ഉറപ്പിക്കുന്നു. ഗോകുലിനെ കണ്ട നിമിഷം മുതൽ സാവിത്രി അവന്റെ ജീവന് തുല്യം സ്നേഹിക്കാൻ തുടങ്ങുന്നു. രാത്രി ഉറങ്ങുമ്പോൾ അവന്റെ മാറിൽ ചേർന്ന് ഉറങ്ങാനും ഉണരുമ്പോൾ അവന്റെ മുഖം കണ്ടു ഉണരാനും അവളുടെ മനസ്സൊടിക്കുന്നു. അവൻ വഴക്ക് പറഞ്ഞാലും സന്തോഷത്തോടെ അത് കേൾക്കുകയും മുത്തശ്ശിയോട് നീ സംസാരിക്കുന്നു എന്ന് തമാശക്ക് പറഞ്ഞതിന്റെ പേരിൽ മുത്തശ്ശിയോട് മിണ്ടാതിരിക്കുകയും അവൾ ചെയ്യുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഗോകുൽ തന്റെ സ്വപ്നസുന്ദരിയെ കണ്ടെത്തുന്നു. അവൻ അവൾക്കായി പാടുകയും അവൾ അതിൽ ആകൃഷ്ടിയാവുകയും അങ്ങനെ അവർ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ സാവിത്രിയുമായുള്ള വിവാഹം നിർത്താൻ ഗോകുലിന്റെ പരിശ്രമങ്ങളൊക്കെ വിഫലമാവുകയും അവസാനം സാവിത്രിയുടെ അച്ഛനോട് തന്നെ വിവാഹം വേണ്ടെന്ന് വെക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് സ്വപ്ന കേൾക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താനും തന്റെ ചേച്ചിയും സ്നേഹിക്കുന്നത് ഒരേ പുരുഷനെയാണെന്ന്. നേരെ ഗോകുലിന്റെ അടുത്ത് നിന്ന് തനിക്ക് അസുഖമാണെന്നും താൻ പെട്ടെന്ന് മരിച്ചു പോകുമെന്നും കള്ളം പറഞ്ഞ് അവനെ നിർബന്ധിച്ച് ചേച്ചിയും അവനുമായുള്ള കല്യാണം നടത്താൻ അവൾ തീരുമാനിക്കുന്നു. കല്യാണം കാണാൻ വന്നതായി നടിച്ച് അവൾ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു. തന്റെ ചേച്ചിയാണ് സാവിത്രി എന്ന സത്യം ഗോകുൽ അറിഞ്ഞാൽ എല്ലാം അവസാനിക്കുമെന്നതിനാൽ കല്യാണത്തിന് പോലും അവൾ പോകാതിരിക്കുന്നു. എന്നാൽ സ്വപ്നയെ വൺ സൈഡായി പ്രണയിച്ച വിഘ്നേഷ് എന്ന പയ്യൻ സ്വപ്നയുടെ വിവാഹമാണ് നടക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ബോംബുമായി വരികയും എന്നാൽ ക്ഷേത്രത്തിലെ പടിക്കെട്ടിൽ അവൻ വഴുതി ബോംബും അവന് സെപ്പറേറ്റായി തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ സ്വപ്ന അമ്പലത്തിലേക്ക് ഓടിയെത്തുന്നു. ബോംബ് പൊട്ടുന്ന സൗണ്ട് കേട്ട് പേടിച്ച് സ്വപ്ന സാവിത്രി ചേച്ചിയെന്ന് ഉറക്കെ വിളിക്കുന്ന നിമിഷം ഗോകുലിന് മനസ്സിലാകുന്നു അവർ സഹോദരിയാണെന്ന്. അപ്പോൾ വിഘ്നേഷ് പറയുന്നു ഗോകുലും സ്വപ്നയും പരസ്പരം സ്നേഹിക്കുന്നു എന്ന്. ഇത് കേട്ട ചേച്ചി തനിക്ക് വേണ്ടി സ്വപ്ന എത്രത്തോളം ത്യാഗം സഹിച്ചുവെന്ന് മനസ്സിലാക്കി നേരെ സ്വപ്നയും കൂട്ടി ആദ്യം വിളക്കുമേലെ സത്യം ചെയ്യാൻ പറയുകയും പിന്നീട് നീ ദൈവത്തെ പോലെ നിന്ദിക്കുമെന്നും നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനും പറയുന്നു. അങ്ങനെ സാവിത്രി അവരുടെ കല്യാണം നടത്തിവെക്കുന്നു. എപ്പോൾ ഗോകുൽ വരുമെന്ന് സന്തോഷത്തോടെ കാത്തിരുന്ന സാവിത്രി ഗോകുലിന്റെ കല്യാണം നടത്തി അവനെ യാത്രയാക്കുന്നു. നിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ എന്ന് കണ്ണു നിറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് തന്റെ സന്തോഷം എന്ന് പറഞ്ഞ് അവൾ യാത്രയാക്കുന്നു.